ദൈവത്തിന്റെ അതിപരിശുദ്ധമുള്ള നാമം ഇന്ന് പകൽക്കാലം മഹത്വമെടുക്കുമാറാകട്ടെ. परमेश्वर का अति पवित्र नाम को आज के दिन महिमा मिले. ചാരത്തും ദൂരത്തുമായി ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹത്തെ അറിയിക്കുകയാണ്. आसपास के और दूर से भी जो आज हमारे साथ इस वीडियो में शामिल हुए हैं, उनको सबको प्रभु यीशु मसीह के नाम से हम अभिनंदन करते हैं. വചനം കേൾക്കുന്ന എല്ലാവരെയും ഈ കൊറോണ വൈറസിൽ നിന്ന് ദൈവം കാക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. हमारी ये दुआ है हृदय से कि जो लोग आज हमें सुन रहे हैं, उनको भी प्रभु यीशु मसीह उनको कोरोना वायरस से भी बचा के रखें. വചന കേൾവിക്കായി എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളും. और वचन को सुनने के लिए हम आप सबको यीशु मसीह के नाम से आमंत्रित करते हैं. നാം ജീവിക്കുന്ന ലോകം ഭയാനകരമായ സംഭവ വികാസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. हम लोग ऐसे दुनिया में आज रह रहे हैं जहाँ पे बहुत ऐसे हिला देने वाले ऐसे संभव हो रहे हैं. എല്ലാവരും വലിയ വിഷമത്തിലും വലിയ പ്രയാസത്തിലും അസന്തുഷ്ടതയിലുമാണ്. और जो लोग हैं वो हर चारों ओर से बहुत ही कठिनाई से, बहुत दर्द से भरे हुए हैं. ദൈവമക്കൾ പലപ്പോഴും പലവിധമാർന്ന വിഷയത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. और जो परमेश्वर के लोग हैं वो भी कई ऐसे विषयों से गुजर रहे हैं. ചിലപ്പോൾ അത് ശാരീരികമായ വിഷയങ്ങളാവാം, हो सकता है कि वो शरीर से संबंधित कुछ ऐसे विषय हों. അല്ലെങ്കിൽ അത് സാമ്പത്തികമായ വിഷയങ്ങളാകാം, हो सकता है पैसों से कुछ संबंध हो इस विषय का. അല്ലെങ്കിൽ അത് ജോലി പ്രശ്നമായ വിഷയങ്ങളാവാം, हो सकता है कि नौकरी में कुछ ऐसे विषय हो. അല്ലെങ്കിൽ അത് തികച്ചും അപ്രതീക്ഷിതമായി കടന്നു വന്ന കൊറോണ വൈറസിന്റെ തിക്തഫലങ്ങളാകാം. हो सकता है या तो कोरोना वायरस के होने के कारण जो कुछ प्रभाव है उसका कुछ विषय हो. അത് നിമിത്തമായിട്ട് ഒരു പക്ഷേ നീ നിരാശയിലും ശൂന്യതയിലുമായിരിക്കാം. हो सकता है इन सब के होने के कारण आप लोग कुछ निराशा में हो या शून्यता की अवस्था है. കാരണം നിനക്ക് സഭയിൽ പോകുവാൻ കഴിയുന്നില്ല, സഭായോഗത്തിന് അറ്റൻഡ് ചെയ്യുവാൻ കഴിയുന്നില്ല, ആത്മീയ കൂട്ടായ്മകളിൽ പങ്കെടുക്കുവാൻ കഴിയുന്നില്ല, വിശുദ്ധന്മാരുമായിട്ടുള്ള സംസർഗത്തിൽ പങ്കെടുക്കുവാൻ, വിശുദ്ധന്മാരുമായിട്ടുള്ള കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ കഴിയുന്നില്ല. അങ്ങനെ വളരെ വലിയ ഒരു നിരാശയുടെ ഒരു ജീവിതമായിരിക്കാം നീ കടന്നു പോകുന്നത്. हो सकता है कि कोरोना वायरस के होने के कारण आप चर्च भी नहीं जा पा रहे इस निराशा में, और जो परमेश्वर के लोग हैं उनकी संगति भी आप नहीं कर पा रहे हैं. इसका जो निराशा और दुख आपके मन में है. നിന്നെ സ്നേഹിച്ച സഭ, പാസ്റ്റർ, അല്ലെങ്കിൽ കൂട്ടുവിശ്വാസികൾ, ഇവരെ കാണാതിരിക്കുമ്പോഴുള്ള ജീവിതത്തോടുള്ള അല്ലെങ്കിൽ മടുപ്പ് ഒരു പക്ഷേ നിന്നെ വല്ലാതെ വേദനിപ്പിച്ചിരിക്കാം. हो सकता है आपके जिंदगी में कुछ ऐसी उबियत आ गई हो, कुछ उबाने वाले संभव हो, क्योंकि आप ना तो परमेश्वर के दासों से मिल पा रहे हो, ना उनके लोगों से आजकल मिल पा रहे हो. घर में ആഴ്ചയിൽ കുറഞ്ഞ 1-2 വട്ടം കാണുന്നവരെ പോലും കാണാതിരിക്കുമ്പോൾ ഉള്ളതായ ഭയവും നാളുകളിൽ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ചുള്ള വ്യാകുലതയും ഭയവും ഒരു പക്ഷേ ഇന്ന് പകൽക്കാലം നിന്നെ വല്ലാതെ ത്രസിപ്പിച്ചിരിക്കാം. हो सकता है कि आपके अंदर बहुत व्याकुलता भरी है, क्योंकि आप जिन लोगों को हफ्ते में सिर्फ एक बार मिलते थे उनसे भी आज नहीं मिल पा रहे हैं, और कल क्या होगा ये भी नहीं मालूम है आपको. അങ്ങനെ വിഷമത്തിലൂടെ നിരാശയിലൂടെ കടന്നു പോകുന്ന ഒരു ദൈവവൈതലാണോ നീ? ഇന്ന് പകൽക്കാലം വചനം പറയുന്നു, ബി പ്രേയർഫുൾ, നോട്ട് ഫിയർഫുൾ. अगर आप ऐसे निराशा और व्याकुलता से भरे हैं, परमेश्वर के पुत्र पुत्रियां हैं, तो आज परमेश्वर आपसे कहते हैं कि आप प्रार्थना पूर्वक बैठे, ना कि भय पूर्वक. ഇന്ന് പകൽക്കാലം ഈ ശീർഷകത്തിൽ നിന്നുകൊണ്ട്, ഈ തലക്കെട്ടിൽ നിന്നുകൊണ്ട് ദൈവവചനം സംസാരിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. और आज का ये सरमन का विषय ये है कि आप प्रार्थना पूर्वक बैठे, ना कि भय पूर्वक. അതിന് ആധാരമായിട്ട് 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം 1 മുതലുള്ള വാക്യമാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുന്നത്. तो इस जो सरमन है उसका आधार हम लेंगे 2 इतिहास की किताब 20वां अध्याय, उसका पहले से लेकर 30वें वाक्य तक. Second Chronicles chapter 20 verses 1 to follow. दूसरा इतिहास 20 और उसका पहले से लेकर 30 तक का वाक्य है.
ഇവിടെ സമാധാനപരമായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജാവിനെയാണ് കാണുവാൻ കഴിയുന്നത്. हम लोग देखते हैं यहाँ पे एक ऐसा राजा है जो बहुत शांति से अपना राज्य को चला रहा था. 25 വർഷത്തോളം യഹൂദയെ ഭരിച്ചിരുന്ന രാജാവാണ് യഹോശാഫാത്ത്. और यहोशापात है वो राजा जो करीब 25 साल तक इस राज्य को चला रहा था, यहूदिया नाम के. തന്റെ പിതാവിനെ പോലെ ദൈവമക്കളെ ദൈവത്തിലേക്ക് കൂടുതലായി അടുപ്പിച്ച ഒരു രാജാവായിരുന്നു യഹോശാഫാത്ത്. जिस प्रकार उनके पिताओं ने चलाया था, परमेश्वर की अगुवाई में चलते थे, उसी प्रकार यहोशापात भी परमेश्वर की अगुवाई से अपना राज्य चला रहा था. ദൈവിക പ്രമാണങ്ങളും കൽപ്പനകളും അനുഷ്ഠിച്ച് രാജ്യത്തെ മുന്നോട്ട് നയിച്ചതായ ഒരു നല്ല രാജാവായിരുന്നു യഹോശാഫാത്ത്. परमेश्वर की जो कल्पनाएं थी, जो आज्ञाएं थी, उनको मानकर वो परमेश्वर की अगुवाई से राज्य चलाने वाला एक आदमी था. അങ്ങനെ സമാധാനപരമായി ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് നിരാശയുടെ ഒരു വാക്ക് ഹല്ലേലൂയ കേൾക്കുവാനിടയായി തീർന്നു. जब वो ऐसे बहुत शांति से अपना राज्य चला रहा था, तो एक दिन ऐसा आता है जब वो निराशा भरे जो संदेश है उसको सुनना शुरू किया उसने. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, ഒരുപക്ഷെ നീയും സമാധാനപരമായി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തികച്ചും അപ്രതീക്ഷിതമായിട്ട് ഉള്ള നിരാശയുടെ വാക്കുകൾ നിന്നെ കടന്നു പിടിക്കുന്നത്. और आप जो परमेश्वर के जो बेटे बेटियां हैं, आपकी जिंदगी में भी ऐसा होता है कि जब आप शांति से जिंदगी चला रहे थे तो अचानक कुछ दुख भरे संदेश आते हैं. ഒരുപക്ഷെ അത് നിന്റെ ആരോഗ്യത്തെ ഹല്ലേലൂയ തൊട്ടെന്നിരിക്കും. हो सकता है आपके जो स्वास्थ्य है उसको छू लिया हो. ഒരുപക്ഷെ ആ വാർത്ത നിന്റെ സ്ഥാനമാനങ്ങളെ ഒന്ന് ഇളക്കുന്നതായിരിക്കും. हो सकता है वो ऐसा संदेश हो जो आपके जो स्थान है, जो आपका जो सम्मान है समाज में, उसको हिला दे. ഒരുപക്ഷെ ആ വാർത്ത നിന്റെ സമ്പത്തിനെ ഒന്ന് തൊടുന്നതായിരിക്കും. हो सकता है वो ऐसा संदेश है जो आपकी जो आर्थिक जो व्यवस्था है, जो आपका जो पैसा है, उसको छू ले. ഒരുപക്ഷെ ആ നിരാശയുടെ വാക്ക് നിന്റെ കുടുംബ ജീവിതത്തെ ഒന്ന് പിടിച്ചു കുലുക്കുന്നതായിരിക്കും. हो सकता है वो ऐसा संदेश है जो आपकी पारिवारिक जिंदगी को हिला दे. പക്ഷെ ഇവിടെ രാജാവിന്റെ ജീവിതത്തിൽ വന്ന നിരാശ എന്ന് പറയുന്നത് താൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തെ ആക്രമിക്കുവാനായിട്ട് ശത്രുക്കൾ കടന്നു വരുന്നു. 3 പ്രബല രാജ്യങ്ങൾ ഈ ഹല്ലേലൂയ യഹൂദയെ ആക്രമിക്കുവാനായിട്ട്, യെരുശലേമിനെ ആക്രമിക്കാനായിട്ട് കടന്നു വരുന്ന ഹല്ലേലൂയ നിരാശയുടെ വാക്കാണ് യഹോശാഫാത്ത് കേട്ടത്. और यहाँ पे हम देखते हैं ये जो राजा यहोशापात है, उसकी जिंदगी में जो ये संदेश है वो ये था कि 3 राज्यों से उसको घेरा जा रहा था, उसका राज्य, और उस पर हमला होने वाला था. എന്നാൽ ഞാൻ പറയട്ടെ, ഈ അധ്യായം തുടങ്ങുന്നത് ഭയത്തിലാണെങ്കിൽ അധ്യായം അവസാനിക്കുന്നത് സന്തോഷത്തിലും സമാധാനത്തിലുമാണ്. आमेन. लेकिन आपसे मैं कह दूं कि अगर इस अध्याय की शुरुआत बहुत भय से हो रही है, तो इसका जो अंत है वो बहुत खुशी का है. ഒരുപക്ഷെ ഇന്ന് പകൽക്കാലം ചോദിച്ചിരിക്കും, അതെങ്ങനെയാ പാസ്റ്ററെ അധ്യായം തുടങ്ങുന്നത് വളരെ ഭയത്തിലാണ്, ഒരു വ്യക്തി വളരെ ഭയത്തോട് മുൻപോട്ട് കടന്നു വരുന്നു, അല്ലെങ്കിൽ ഒരു ജനത മുഴുവനും ഭയത്തോട് മുമ്പോട്ട് കടന്നു വരുന്നു, ആ അധ്യായം അവസാനിക്കുന്നത് വളരെ സന്തോഷത്തിലാണ്, അതെങ്ങനെയാണ് പാസ്റ്ററെ കഴിയുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ പ്രസാദം യഹോശാഫാത്തിനും അവന് കൂടെയുള്ളവർക്കും പ്രാർത്ഥിച്ച ഒരു കൂട്ടം ദൈവമക്കളുടെ മേൽ ഇറങ്ങി എന്നുള്ളതാണ് അതിന്റെ സത്യം. आप सोच सकते हैं कि पादरी साहब ऐसा कैसे हो सकता है कि अध्याय की शुरुआत में बहुत भय था, लेकिन अंत में आकर बहुत ही खुशी में बदल गया. ये आदमी को कैसे ऐसे संभव हुआ? तो आपसे कह दूं कि ये इसलिए संभव हुआ क्योंकि उसने वहां पे परमेश्वर को माना था. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ നീ കേട്ടതെല്ലാം നിരാശയുടെ വാക്കുകളാണെങ്കിൽ, നിനക്ക് ഭയത്തെ കൊണ്ടുവരുന്ന വാക്കുകളാണെങ്കിൽ, അസ്വസ്ഥതയുടെ വാക്കുകളാണെങ്കിൽ, നീ കടന്നു പോകുന്ന ഈ മണ്ഡലം, നീ കടന്നു പോകുന്ന ഈ സാഹചര്യങ്ങളൊക്കെ ദുഃഖവും അല്ലെങ്കിൽ ശുഭകരവും അല്ലാത്തതാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നീ ദൈവത്തിൽ മുറുകെ പിടിച്ചാൽ, ദൈവവുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധം നീ സ്ഥാപിച്ചാൽ, ദൈവവുമായിട്ട് ഒരു എൻകൗണ്ടർ ഇന്ന് പകൽക്കാലം നീ നടത്തിയാൽ, നിന്റെ ദുഃഖം സന്തോഷമായി മാറും.
आज के दिन हो सकता Amen. है आपके अंदर बहुत ही Yes. निराशा और भय से भरे हो आप, लेकिन मैं कहती Amen. हूँ कि अगर आप परमेश्वर को पकड़े रहेंगे और उनका भय मानेंगे और उनको उनके साथ चलेंगे, तो जरूर आपका जो दुख है, जो आपका जो भय है, सब कुछ एक खुशी के मौके में बदल जाएगा। ഇന്ന് പകൽക്കാലം ഈ ഭാഗത്തിൽ നിന്ന് 3 കാര്യങ്ങളാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. आज के इस भाग को जो हमने लिया है, यहाँ से मैं आपको 3 बातें याद दिलाऊंगा। First of all, be careful. पहली बात कि आप सावधान रहें। Be careful when bad news comes. जब आपको कोई दुख भरा संदेश मिलता है तो आप सावधान रहें। Verses 1 and 2. पहला और दूसरा वाक्य है, വാർത്തകൾ വരുമ്പോൾ നാം വളരെ ശ്രദ്ധിക്കണം. जब आपको ये संदेश मिलता है तो आपने बहुत Yes. सावधानी बरतनी है, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കണം. बहुत जल्दी निर्णय ना लें। 20-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ അതിന് ശേഷം എന്നാണ്. वहां पे जो 20वां अध्याय है, उसके पहले वचन में ऐसा लिखा है, इसके बाद। അതിന്റെ അർത്ഥം 19-ാം അധ്യായത്തിൽ ഒരു വലിയ ദേശീയ ഉണർവ് സംഭവിച്ചു. और क्यों ऐसा है? क्योंकि 19वें अध्याय में ऐसा हुआ था कि बहुत ही बड़ी जागृति आई थी उस देश में। വചനം പറയുന്നു, 1 ദിനവൃത്താന്ത പുസ്തകം 19-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ വചനം പറയുന്നു, ന്യായാധിപന്മാർ ദൈവഭയത്തോടും വിശ്വസ്തയോടും ഏകാഗ്രതയോടും പ്രവർത്തിച്ച കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. और यहाँ पे 19वें अध्याय के 9वें वाक्य में लिखा गया है कि ऐसा है Yes. कि जो यहोवा का भय मानकर सच्चाई और निष्कपट मन से चलने वाला वो एक राज्य Yes. था। ദൈവഭയം ഉള്ളിടത്ത് സമാധാനമുണ്ട്. जहाँ पे भी परमेश्वर का भय माना जाता है, वहां पे शांति होती है। എന്നാൽ സാത്താൻ അവിടെ അസമാധാനത്തെ വിതയ്ക്കുവാനിടയായി തീരും. लेकिन ऐसा भी होता है कि जो शैतान वहां उस शांति को भंग करने आ जाता है। അതാണ് യഹോശാഫാത്ത് കേട്ടത്. വളരെ ഉണർവ് നടന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പിശാചായവൻ നിരാശയുടെ, വേദനയുടെ, ദുഃഖത്തിന്റെ കളകൾ വിതയ്ക്കുവാനിടയായി തീർന്നു. इसलिए ऐसा हुआ कि यहोशाफात जब बहुत जागृति आई थी उसके राज्य में, उसके बाद ऐसा संदेश आया जो उसके मन में भय को भर गया और बहुत निराशा में था वो। നിരാശയുടെ വാക്ക് കേട്ടതായി യഹോശാഫാത്ത് എന്താണ് ചെയ്തത്? और जब यहोशाफात ने निराशा के संदेश सुने तो उसने क्या किया? അവൻ ദൈവത്തെ ഭയപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയാണ്. वो उसने परमेश्वर का भय माना और परमेश्वर के सम्मुख चला गया। ദൈവത്തെ അവൻ അന്വേഷിക്കുകയാണ്. വചനം പറയുന്നു, he seek God. അവൻ ദൈവത്തെ അന്വേഷിച്ചു. वचन कहता है कि उसने परमेश्वर को खोजा അവന്റെ കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ അവൻ തയ്യാറായി. और उसने अपने कमियों को परमेश्वर के सामने मानना शुरू किया। He turned to God first and admitted all his mistake before the Lord. और उसने परमेश्वर के सम्मुख वो गया और अपने जो कमियां थी उसको माना और आवश्यकताओं को माना। തന്റെ അവസ്ഥകൾ ദൈവസന്നിധിയിൽ അവൻ ഏറ്റുപറയുകയാണ്. जो अपनी अवस्था है उसको परमेश्वर के सामने उसने माना। കർത്താവേ, ഞാൻ മുറിവേൽക്കുവാൻ പോകുന്നു. उसने कहा कि प्रभु, अब मेरे साथ बहुत बुरा होने वाला है। ശത്രു എന്റെ ജീവനെ എടുത്തുകൊള്ളുവാൻ പോകുന്നു. अब मेरा जो शत्रु है मेरे प्राण को लेने वाला है। ശത്രു അങ്ങയുടെ ദേശത്തെ നശിപ്പിക്കുവാൻ പോകുന്നു, ആക്രമിക്കുവാൻ പോകുന്നു. शत्रु जो है वो आपके इस देश को नाश करने जा रहा है। കർത്താവേ, ഞങ്ങളെ സഹായിക്കുമാറാകണമേ. हे परमेश्वर, हमारी सहायता करें। പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ be God focused and not crisis focused. और जब आपके जिंदगी में जब परेशानियां आती हैं तो आप यीशु मसीह और अपना केंद्र बना के रखें। അത് പ്രശ്നത്തെ അല്ല നമ്മൾ നോക്കേണ്ടത്, പ്രശ്ന പരിഹാരകനെയാണ് നാം നോക്കേണ്ടത്. हम लोग अपने चिंताओं को, समस्याओं को ना देखें, लेकिन इन समस्याओं का हल जो देता है उसकी ओर अपना ध्यान केंद्रित करें।
യഹോശാഫാത്ത് രാജാവിന് മിലിറ്ററിയെ നോക്കാമായിരുന്നു, ആർമിയെ നോക്കാമായിരുന്നു, അല്ലെങ്കിൽ തന്നെ സഹായിക്കുന്ന രാജ്യങ്ങളെ നോക്കാമായിരുന്നു, അല്ലെങ്കിൽ പ്രഭുക്കന്മാരെ നോക്കാമായിരുന്നു. പക്ഷെ അവരെ ആരെയും നോക്കാതെ യഹോശാഫാത്ത് രാജാവ് ആദ്യം അന്വേഷിച്ചത് സർവശക്തനായ ദൈവത്തെ അത്രേ. और यहोशापात के पास इतनी काबिलियत थी कि वो अपने Yes. जो आर्मी है, सेना है, उससे बातचीत कर सकता था और अन्य राज्यों से वो अपनी मदद मांग सकता था। लेकिन ये सब ना कर यहोशापात ने परमेश्वर की ओर अपना मन लगाया, उसको खोजा। കാര്യം യഹോശാഫാത്തിനറിയാം, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ അതോടുകൂടെ സർവവും നൽകാമെന്ന് പറഞ്ഞ ദൈവം തന്റെ രാജ്യത്തെ ഹല്ലേലൂയ സംരക്ഷിക്കുമെന്ന് യഹോശാഫാത്തിനറിയാം. क्योंकि यहोशापात जानता था कि पहले प्रभु और उसके राज्य को, उसकी धार्मिकता को अगर हम खोजें तो बाकी ये सब चीजें अपने आप ही हमें मिल जाएगी। How you lost your job? क्या आप नौकरी खो बैठे हैं? You must pray. तो आपने दुआ करनी है। നിന്റെ ജോലി നഷ്ടപ്പെട്ടു പോയെങ്കിൽ നീ ആദ്യം ചെയ്യേണ്ടത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. अगर आपकी नौकरी चली गई है तो पहली बात जो आपने करनी है वो है कि प्रार्थना करें। Are you in physical pain? You must pray. നിന്റെ ശാരീരികമായി നീ വേദനയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നീ ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുക. अगर आपके शरीर में दर्द भरा है तो पहली बात जो आपने करनी है वो है प्रार्थना करनी है। Are you under oppression? You must pray. നീ ഹല്ലേലൂയ ഹല്ലേലൂയ ബന്ധനത്തിലായിരിക്കുന്നുവോ നീ ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുക. क्या आप कोई भी अत्याचार या कोई भी शैतानी बंधन में बंधे हैं तो आपने पहला काम ये करना है, प्रार्थना करना है। Are you have temptation to sin? You must pray. നീ പ്രലോഭനത്തിലായിരിക്കുന്നുവോ നീ തീർച്ചയായും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. अगर आपके सामने कोई प्रलोभन है, कोई लालच है जो आपको सामने खड़ी है तो आपने पहली बात ये है कि प्रार्थना करनी है। എന്നെ കേൾക്കുന്ന ദൈവവൈദ്യരെ ഇന്ന് പകൽക്കാലം നീ മനസ്സിലാക്കണം, ഓരോ ഉയർച്ചയ്ക്കും ഒരു താഴ്ചയുണ്ട്, ഒരു താഴ്വരയുണ്ട്. आज आप लोग ये समझ लें कि एक एक जो चढ़ाई होती है उसके बाद एक नीचाई का स्थान भी आता है। ഓരോ വിജയത്തിന്റെ പിന്നിലും ഓരോ വെല്ലുവിളികളുണ്ട്. एक एक जो विजय आपके मिलती है उसके पीछे ललकारने की आवाजें भी होती है। ഓരോ അനുഗ്രഹത്തിന്റെ പിന്നിലും ഓരോ പരീക്ഷകളുണ്ട്. और जो एक एक आशीषें आपको मिलती है उसके पीछे परीक्षाएं भी होती हैं। എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അസാധ്യങ്ങളെ കേട്ട് നീ ഭയപ്പെട്ടു പോകേണ്ട, അസാധ്യങ്ങളെ കേട്ട് നീ നിരാശപ്പെട്ടു പോകേണ്ട. നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം മാറ്റുവാൻ, നിന്റെ ദുഃഖം സന്തോഷമാക്കി മാറ്റുവാൻ നിന്റെ ദൈവത്തിന് കഴിയും. Seek first God. आज मैं कह दूं कि आप ये असंभव बातों को देखकर घबराएं नहीं। परमेश्वर आपके साथ खड़े हैं। आपके सब दुखों को, निराशाओं को वो खुशी के मौके में बदलेंगे। വചനം പറയുന്നു, യഹോശാഫാത്ത് ദൈവത്തെ അന്വേഷിച്ചു, മാത്രമല്ല യഹോശാഫാത്ത് proclaim of fast, ഒരു ഉപവാസം പ്രസിദ്ധീകരിച്ചു. और यहाँ पे वचन कहता है कि यहोशापात ने परमेश्वर की खोज ही नहीं की बल्कि बाद में उसने उपवास का प्रचार भी करा था। യഹോശാഫാത്ത് മാത്രമല്ല, രാജ്യം മുഴുവനുമായി താൻ ഭരിക്കുന്നതായ രാജ്യത്തുള്ള സർവ്വജനങ്ങളോടും ഈ ഉപവാസ പ്രാർത്ഥന വിളംബരം ചെയ്തു. നിരാശയുടെ സമയത്ത്, അല്ലെങ്കിൽ രാജ്യം കടന്നു പോകുന്ന ഈ വേദനയുടെ സമയത്ത് ദൈവമക്കൾ ചെയ്യേണ്ടത് പ്രാർത്ഥനയാണ്. और यहाँ पे यहोशापात ही नहीं बल्कि पूरे राज्य में वो प्रचार किया गया कि उपवास किया जाए। और परमेश्वर के लोग जब भय से भरते हैं तो निराशा नहीं होना चाहिए, लेकिन परमेश्वर के सामने उपवास और प्रार्थना के साथ। കാര്യം രാജാവിനറിയാം, എന്റെ സഹായം കടന്നു വരുന്നത് ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ സർവശക്തനായ യഹോവയിൽ നിന്നത്രേ. और क्योंकि ये राजा जानता था मेरी सहायता आएगी स्वर्ग और भूमि को रचाने वाले परमेश्वर की ओर से ही। ഉപവാസം പ്രശസ്തമാക്കുക മാത്രമല്ല, but also gathering all the people together. എല്ലാ ജനത്തെയും കൂട്ടിവരുത്തി. Yes. केवल उपवास का प्रचार ही नहीं किया बल्कि सब लोगों को उसने इकट्ठा किया था। Hallelujah. യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം praise എന്നാണ്. Praise. यहूदा का जो अर्थ है वो है प्रशंसा करना या स्तुति करना। Yes, hallelujah. സ്തുതിക്കുവാൻ നിയോഗിക്കപ്പെട്ട ജനമാണ് യഹൂദ ജനം.
और ये स्तुति करने के लिए अलग किए गए हैं ये यहूदा के लोग। കാൽവരിയുടെ രക്തത്താൽ അല്ലെങ്കിൽ വിലക്കി വാങ്ങിയ നീയും ഞാനും ദൈവസന്നിധിയിൽ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ദൈവത്തെ പുകഴ്ത്തുവാനും ദൈവത്തിന് നന്ദി കൊടുക്കുവാനുമുള്ളവരാണ്. जो कैलवरी क्रूज पर यीशु मसीह ने लहू बहाया था उसके जरिए हम खरीदे गए हैं ताकि हम लोग अलग हो और परमेश्वर की स्तुति करने वाले जन हो। ഹാലലൂയ. പ്രിയ ദൈവമക്കളെ, ദേശത്ത് വന്നിരിക്കുന്ന ഈ മഹാമാരി, ഈ മഹാവ്യാധി മാറിപ്പോകേണ്ടതിന് വചനം പറയുന്നു, ഹാലലൂയ, നാം ഓരോരുത്തരും പ്രാർത്ഥിക്കണം. जो ये देशों में ये महामारी फैली है इसको हटाने के लिए वचन कहता है कि हम लोगों ने प्रार्थना करनी है। ഹാലലൂയ. 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ വചനം ഇപ്രകാരം പറയുന്നു, ഞാൻ ആകാശമടക്കിയോ ദേശത്ത് തിന്നു മുടിക്കേണ്ടതിന് വെട്ടിക്കിളിയോട് കൽപ്പിക്കുകയോ എന്റെ ജനത്തിന്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിക്കുന്നു എങ്കിൽ, ഹല്ലേലൂയ, എന്റെ മുഖം അന്വേഷിക്കുക മാത്രമല്ല തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപത്തെ ക്ഷമിച്ച് അവരുടെ ദേശത്തെ സൗഖ്യമാക്കുമെന്ന് സർവശക്തനായ ദൈവം ഹല്ലേലൂയ തിരുവചനത്തിൽ നമ്മളോട് ഓൾറെഡി അരുളി ചെയ്തിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഈ വചനത്തെ നമുക്ക് ഏറ്റെടുക്കാം. ഈ നിരാശയുടെ സമയത്ത്, ഈ മഹാമാരിയുടെ സമയത്ത് നീ നിരാശപ്പെട്ട് വേദനിച്ചു പോകാതെ അല്ലെങ്കിൽ വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം, അവന്റെ മുഖത്തെ അന്വേഷിക്കാം. മാത്രമല്ല ഹല്ലേലൂയ നമ്മുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് ഹല്ലേലൂയ ദേശത്തെ സൗഖ്യം വരേണ്ടതിന് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മളെ തന്നെ സറണ്ടർ ചെയ്ത് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം തീർച്ചയായിട്ടും വിടുതൽ നൽകുവാൻ ദൈവം മതിയായവനാണ്. हालेलुया. दूसरे इतिहास 7वां जो अध्याय है उसके 13 से 14 अगर हम पढ़ेंगे वहां पे परमेश्वर ने हमसे पहले ही कहा है, यदि मैं आकाश को ऐसा बंद करूं कि वर्षा ना हो या टिड्डियों को देश उजाड़ने की आज्ञा दूं या अपनी प्रजा में मारी फैलाऊं, तब यदि मेरी प्रजा के लोग जो मेरे कहलाते हैं दीन होकर प्रार्थना करें और मेरे दर्शन की खोजी हो, अपनी बल्कि और भी ज्यादा कहते हैं अपनी बुरी चाल से फिरे, तो मैं स्वर्ग से उनकी प्रार्थना को सुनूंगा और क्षमा करूंगा और उनको ज्यों का त्यों करूंगा, अर्थात उन्हें चंगाई दूंगा। इसलिए आप आज के दिन इस निराशा को भूल जाएं, बल्कि आप प्रार्थना करें और परमेश्वर को खोजें और अपने पापों से पश्चाताप करें ताकि ये संसार को एक चंगाई मिल सके। ഒന്നാം ഭാഗം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ബി കെയർഫുൾ, രണ്ടാം ഭാഗം ബി പ്രേയർഫുൾ. ഹല്ലേലൂയ. पहली बात जो मैंने कही थी वो है सावधान रहें और दूसरी बात यह है कि आप प्रार्थना पूर्वक रहें. Jehoshaphat recognized God's mighty hands. और यहाँ पे हम देखते हैं कि यहोशाफात ने परमेश्वर के जो बलपूर्वक जो हाथ है उसे पहचाना था. യഹോശഫാത്ത് തിരിച്ചറിഞ്ഞത് അവൻ ആരോടാണ് പ്രാർത്ഥിക്കുന്നതെന്നാണ്. पर यहोशाफात ने ये जान लिया कि वो किससे प्रार्थना कर रहा था. പലപ്പോഴും നാം പ്രാർത്ഥിക്കുവാൻ കടന്നു വരുമ്പോൾ നാം തിരിച്ചറിയുന്നുണ്ടോ നാം ആരോടാണ് പ്രാർത്ഥിക്കുന്നതെന്ന്? कई बार जब हम प्रार्थना में आते हैं तो क्या हम जानते हैं हम किससे प्रार्थना कर रहे हैं? യഹോശഫാത്ത് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ. यहाँ पे यहोशाफात कहता है, हे हमारे पितरों के परमेश्वर. യെസ്, ഞങ്ങളുടെ പിതാക്കന്മാരെ വഴി നടത്തിയ ദൈവമേ. हमारे पितरों को जिसने रास्ता दिखाकर अगुवाई की वैसे वो परमेश्वर. ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നീ ഒരു ഉടമ്പടി കൊടുത്തു, ഉടമ്പടി നിവർത്തിച്ച ദൈവമേ. हे परमेश्वर जिसने हमारे पितरों को एक वाचा दी थी और उस वाचा को भी पूरा किया है. നീ അബ്രഹാമിന് അരുളി ദർശനത്തിൽ അരുളി ചെയ്തു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയവും ഫലകയുമാകുന്നു, നീ ഭ്രമിച്ചു പോകേണ്ട എന്ന് അരുളി ചെയ്ത ദൈവം നീയാകുന്നു. ആമേൻ.
और यहाँ पे देखते हैं यहोशापात ने अपने पितरों के परमेश्वर को बुलाया, हे Yes. परमेश्वर जिसने मेरे पिता अब्राहम को बुलाया है और कहा है कि मत डर क्योंकि मैं तेरा शरण स्थान हूँ, ऐसे परमेश्वर मेरी प्रार्थना को सुने। അതിൽ 7-ാം വാക്യം പറയുന്നു, he remembered God's history. यहाँ Hallelujah. पे 7वें वाक्य में कहा जाता है कि परमेश्वर ने जो जो इतिहास में काम किए हैं उस सब को यहोशापात ने याद किया। അവൻ പറയുകയാണ്, എന്റെ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ എനിക്കറിയാം. वो Hallelujah. कहता है कि मैं जानता हूँ मेरे परमेश्वर ने क्या क्या आश्चर्य कर्म किए थे। ആർക്കും എതിർക്കുവാൻ കഴിയാത്ത ശക്തിയുള്ള നിന്റെ കരത്താൽ ഹല്ലേലൂയ നീ നിന്റെ ജനത്തെ വിടിപ്പിച്ചതെന്നുള്ള ചരിത്രം എന്റെ മുൻപിലുണ്ട്, അതെനിക്കറിയാം. यहोशापात कहता है कि आपने अपने ऐसे हाथ से, ऐसे बल और पराक्रम वाले हाथ से अपने लोगों को छुड़ाया है, इस इतिहास को मैं जानता हूँ। നീ സർവ്വവ്യാപിയാണ്, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, നിനക്ക് കഴിയാത്തത് ഒന്നുമില്ല എന്ന് എനിക്കറിയാം. और परमेश्वर आप सर्वव्यापी हैं, अर्थात आप हर जगह हैं, आप सर्वज्ञानी हैं और आपसे कुछ भी बात असंभव नहीं है, ये मैं जानता हूँ। എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നമുക്കും പറയുവാൻ അതുപോലെയുള്ള ചരിത്രങ്ങളില്ലേ? मुझे सुनने वाले प्रियजनों, क्या हमारे साथ भी ऐसा ही नहीं है? ഞാനൊരു രോഗിയായിരുന്നു, ദൈവം തന്റെ കരം തൊട്ട് എന്നെ സൗഖ്യമാക്കിയെന്ന ചരിത്രം നിനക്ക് പറയുവാനില്ലേ? क्या हमारे साथ भी ऐसा ही नहीं हुआ कि जब हम रोग में पड़े थे तो इस परमेश्वर ने हमें छूकर हमें चंगाई दी थी? അത് പലപ്പോഴും ഞാൻ ആത്മഹത്യയുടെ വക്കിലായിരുന്നു, എന്റെ ദൈവം എന്റെ പ്രശ്നത്തിൽ ഇടപെട്ട് എന്നെ അവിടെ നിന്ന് വിടിപ്പിച്ച ചരിത്രം നിനക്ക് പറയുവാനില്ലേ? क्या आपके पास ऐसा इतिहास बोलने को नहीं है जो आप सोचते हैं कि कई बार मैंने आत्महत्या भी करने की कोशिश की थी अपने परेशानियों की वजह से, लेकिन उन सभी परेशानियों से परमेश्वर ने मुझे भी छुड़ाया? നിന്റെ മക്കളെ ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ അപ്പച്ചൻ ഉയർത്തി, ഹല്ലേലൂയ ഹല്ലേലൂയ, അത് നിമിത്തമായി അവർ നിമിത്തമായി നിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തിയ അനുഭവവും ചരിത്രവും നിനക്ക് പറയുവാനില്ലേ? क्या आपके अंदर वो भी इतिहास नहीं है कि आपके जो पिता लोग थे वो भी कई परेशानियों में थे, लेकिन परमेश्वर ने उन्हें भी हर तरीके से छुड़ाया है? യെസ്, നിന്റെ കഷ്ടതയിൽ നീ യഹോവയോട് നിലവിളിച്ചു, നിന്റെ കഷ്ടതയിൽ നിന്റെ പ്രാർത്ഥന ദൈവം കേട്ട് മറുപടി അരുളി, പലപ്പോഴും മറുപടി പ്രാപിച്ച് നീ കടന്നുപോയ പാതയിലൊക്കെ ദൈവം കൂടെ നടന്ന് കരം പിടിച്ചുയർത്തി. ദൈവം പറഞ്ഞില്ലേ, മകളെ ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ ശക്തീകരിക്കാം, എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങാമെന്ന് പറഞ്ഞ് എത്രയോ പ്രാവശ്യം നിന്നെ മാറോട് ചേർത്ത ഒരു അനുഭവ കഥ, ഒരു അനുഭവ ചരിത്രം നിനക്ക് പറയുവാനില്ലേ? क्या आपके साथ भी ऐसा नहीं हुआ कि कई बार जब आप निराशा में थे, हर समस्या से गुजर रहे थे, तो परमेश्वर पिता ने आपको कहा, हे मेरे पुत्र पुत्री डर मत, मैं तेरे साथ हूँ? क्या आपका हाथ लेकर उन्होंने आपको नहीं चलाया? ശത്രുവായവൻ എത്രയോ പ്രാവശ്യം ഹല്ലേലൂയ നിന്നെ തള്ളി തറയിലിടുവാൻ തള്ളി, പക്ഷേ ദൈവം പിടിപ്പിച്ചതായ അനുഭവങ്ങൾ നിനക്കില്ലേ? അതൊരു ചരിത്രമായ ജീവിതത്തിൽ ഇന്നും നിലകൊള്ളുകയല്ലേ? യെസ്, आप उस इतिहास को याद नहीं करते कि कितनी बार शैतान ने आपको धक्के मारकर नीचे गिराने की कोशिश की थी, लेकिन परमेश्वर का जो बलवान हाथ है उसने आपको छुड़ाया था? യഹോശാഫാത്ത് ദൈവത്തിന്റെ പ്രവൃത്തിയിൽ വിശ്വസിച്ചു. और यहोशापात जो है उसने परमेश्वर के कामों पर विश्वास किया था। നാളെ എന്ത് സംഭവിച്ചാലും എന്റെ ദൈവത്തെ അറിയാതെ, എന്റെ ദൈവം അറിയാതെ ഒന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന് യഹോശാഫാത്ത് ദൈവത്തിൽ മുറുകെ പിടിച്ച് അത് വിശ്വാസമാക്കി അവന്റെ ജീവിതം മാറ്റി. और कल क्या होगा ये मैं नहीं जानता, लेकिन फिर भी मैं परमेश्वर पे विश्वास करूंगा, ऐसा मानकर यहोशापात ने परमेश्वर के हाथों को पकड़ा रखा। He realized that God hears his prayer. और उसने ये जान लिया कि परमेश्वर उसकी प्रार्थना को सुनता है। ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് യഹോശാഫാത്ത് ഉറച്ചു വിശ്വസിച്ചു. ये परमेश्वर जो है मेरी प्रार्थना को सुनता है, ऐसे यहोशापात ने निश्चय विश्वास किया। അതുകൊണ്ടാണ് യഹോശാഫാത്ത് പറയുന്നത്, ദൈവമേ നിന്റെ മക്കൾ പാർക്കുന്ന ഇടത്ത് യുദ്ധം, മഹാമാരി,
ക്ഷാമം എന്നിങ്ങനെയുള്ള അനർത്ഥം വരുമ്പോൾ നിന്റെ ജനം ഒന്നിച്ച് കടന്നു വന്ന് നിന്റെ സന്നിധിയിൽ കടന്നു വന്ന് നിലവിളിക്കുകയും അവർ സങ്കടങ്ങൾ നിന്റെ സന്നിധിയിൽ ബോധിപ്പിക്കുകയും ചെയ്യുമ്പോൾ നീ അവരുടെ സങ്കടങ്ങളെ കേട്ട് മറുപടി നൽകുന്ന ദൈവമെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. इसलिए यहोशापात कहता है कि हे परमेश्वर, मैं जानता हूँ अगर कोई भी युद्ध या महामारी आपकी प्रजा पर आए और अगर आपकी प्रजा आपके सामने आकर अपने पापों को मानकर आपको पुकारे तो आप जरूर उनकी प्रार्थना सुनेंगे, ये मैं अच्छे से जानता हूँ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, കൊറോണ വൈറസ് ഹല്ലേലൂയ രാജ്യത്തിന്റെ മേൽ വലിയ ഇരുളായി ഹല്ലേലൂയ വളരെ വലിയ ഹല്ലേലൂയ വിഷമങ്ങൾ വിധിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ രാജ്യത്തുള്ള ഹല്ലേലൂയ സിംഗപ്പൂരിലുള്ള ഹല്ലേലൂയ പല ഡോമട്രികളിലും കൊറോണ വൈറസ് വിസിറ്റ് ചെയ്ത് അനേക സഹോദരന്മാരെ അല്ലെങ്കിൽ വിഷമത്തിലാക്കിയിരിക്കുന്ന ഈ സമയത്ത് ഈ മഹാമാരിയിൽ നിന്ന് മഹാവ്യാധിയിൽ നിന്ന് നമ്മുടെ ജീവിതത്തിന് വിടുതൽ നൽകേണ്ടതിന് ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, യഹോശാഫാത്ത് മഹാമാരികൾ വരുമ്പോൾ ദൈവസ്ഥലം വന്ന് അല്ലെ താനും തന്റെ ജനവും മുട്ടുമടക്കിയത് പോലെ ഡോമട്രികളിൽ ഇരിക്കുന്ന സഹോദരന്മാരെ നിങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ സഹോദരന്മാരോട് ചേർന്ന് ഹല്ലേലൂയ ദൈവസ്ഥലിൽ കരഞ്ഞു പ്രാർത്ഥിക്കണമെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ ബുദ്ധി ഉപദേശിക്കുകയാണ്. आप लोग ये याद करें कि सिंगापुर में जो महामारी फैली है, ये कोरोना वायरस का जो अंधकार छाया है, और कई विदेश राज्यों में भी ये कोरोना वायरस का अंधकार छाया है. इस वक्त अगर आप डॉर्मेट्री में बैठे हैं या अकेलेपन में कहीं हैं, तो आप ध्यान रखें कि आप प्रार्थना में लग जाएं और आप अपने जो कमियों को परमेश्वर के सामने मानकर और प्रार्थना में आप मजबूत हो जाएं. ദാവീദിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ ദാവീദ് പറയുകയാണ്, സങ്കീർത്തനം 25-20 എന്റെ പ്രാണനെ കാത്തനെ വിടുവിക്കണമേ, നിന്നെ ശരണമാക്കിയിരിക്കാൻ ഞാൻ ലജ്ജിച്ചു പോകരുതേ. और दाऊद राजा वो भी ऐसे प्रार्थना करते थे संकट के समय, जैसे कि भजन संहिता 25-20 में लिखा गया है, मेरे प्राण की रक्षा कर और मुझे छुड़ा और मुझे लज्जित ना होने दे. ഒരു കോഴി തന്റെ ഹല്ലേലൂയ തന്റെ മുട്ട സംരക്ഷിക്കുന്നത് എപ്രകാരമാണോ, ഒരു കോഴി തന്റെ കുഞ്ഞിനെ കഴുകന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ കഴുകന്മാരിൽ നിന്ന് ശത്രുവിൽ നിന്ന് എപ്രകാരമാണോ സംരക്ഷിക്കുന്നത്, അതിലും ഉപരിയാണ് ഹല്ലേലൂയ തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയതായ തന്റെ കുഞ്ഞുങ്ങളെ ദൈവം സംരക്ഷിക്കുന്നത്. और जिस प्रकार एक जो मुर्गी है वो अपने पंखों तले अपने बच्चों को या अपने अंडे को छुपा के रखती है, संभालती है, उसी प्रकार बल्कि उससे भी ज्यादा हमारे परमेश्वर जो हैं हमें संभालते हैं, हमें छुपाए रखते हैं. അധ്യായം അതിന്റെ 10 വചനം പറയുന്നു, यशायाह नबी की जो पुस्तक है उसका 41 अध्याय उसका 10वां वाक्य ऐसे कहता है, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. कि मत डर क्योंकि मैं तेरे संग हूँ, इधर उधर मत ताक क्योंकि मैं तेरा परमेश्वर हूँ. Here we can see the promise of his protection. और यहाँ पे हम देखते हैं कि परमेश्वर की वो प्रतिज्ञा है सुरक्षा के लिए, वो हमारे साथ है. ദൈവം പറഞ്ഞാൽ ആ വാക്കിന് യാതൊരു മാറ്റവുമില്ല. परमेश्वर ने जो ये वाक्य कहा है उसपे कोई बदलाहट नहीं है. യിരെമ്യാ പ്രവചന പുസ്തകം 31 അധ്യായം 10 വചനം പറയുന്നു, ഇടയൻ തന്റെ ആടുകളെ പരിപാലിക്കുന്നത് പോലെ ഞാൻ തന്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നു. यिर्मयाह नबी की पुस्तक उसका 31 और उसका 10वां वाक्य, हे जाति जाति के लोगों, उससे परमेश्वर यहोवा ये कहते हैं कि जिस प्रकार एक चरवाहा अपने झुंड को चलाता है वैसे मैं चलाता हूँ. യെശയ്യാ പ്രവചനം 40 അധ്യായം 31 വായിക്കുമ്പോൾ വചനം പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. और यहाँ पे यशायाह नबी की पुस्तक 40वां अध्याय उसका 31वां वाक्य ऐसा कहता है, यहोवा परमेश्वर की जो बाट जोता है वो नया बल प्राप्त करते जाते हैं. Here we can see the purpose of his strength. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഈ ഭയത്തെ അകറ്റി, കൊറോണ വൈറസ് കൊണ്ടുവരുന്ന സകല ഭയത്തിൽ നിന്ന് അതിനെ അകറ്റിയിട്ട് ദൈവത്തിന്റെ ശക്തിയെ നമുക്ക് പ്രാപിക്കാം. അവന്റെ സന്നിധിയിൽ നമുക്ക് താണിരിക്കാം.
और यहाँ पे हम देखते हैं परमेश्वर की इस Yes. प्रतिज्ञा को कि जो उनकी बाट जोते हैं वो हमेशा बलवान होते जाते हैं। इसीलिए आप कोरोना वायरस के हर प्रकार के भय को अपने से दूर करिए और परमेश्वर से नया बल प्राप्त करते जाएं। Jehoshaphat recognized God's hand. जो यहोशापात है उसने परमेश्वर के उस बलवान हाथ को जाना था। Jehoshaphat remembered God's history. यहोशापात जो है उसने परमेश्वर के वो इतिहास में जो काम किए थे उसको भी याद किया था। Jehoshaphat realized that God hears his prayer. और यहोशापात ने ये भी जान लिया कि परमेश्वर उसकी प्रार्थना को सुनता है। Hallelujah. He reflected godly humility. और यहोशापात ने वो दिव्य नम्रता है उसको दर्शाया। ദൈവികമായ താഴ്മയെ ഹല്ലേലൂയ അവൻ പ്രദർശിപ്പിച്ചതായിട്ട് 12ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുവാൻ കഴിയുന്നു. उस अध्याय के जो हमने पढ़ा था 2 इतिहास 20 उसके 12वां वाक्य में लिखा है कि एक दिव्य नम्रता को यहोशापात ने दिखाया था। എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, താഴ്മയ്ക്ക് ദൈവ പ്രവൃത്തിയെ തികയ്ക്കുവാൻ കഴിയും. और मैं जो आज सुनने वाले हैं उनसे कह दूं कि जब Yes. आप नम्र होंगे तो आप परमेश्वर के काम को देखेंगे। Humility moves the heart of God. और जो नम्र हृदय है वो परमेश्वर के हृदय को हिलाती है। ജഹോശാഫാത്ത് തന്റെ പ്രശ്നം ഹല്ലേലൂയ വലുതെന്ന് കാണാതെ ആ പ്രശ്നത്തിൽ നിന്ന് കണ്ണെടുത്ത് യഹോശാഫാത്ത് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാനിടയായി തീർന്നു. यहोशापात ने अपने प्रश्नों से भी बढ़कर उस परमेश्वर को देखा जो हल देने योग्य है और उसने परमेश्वर के बड़े कार्य को उस समय देखा। 20-ാം അധ്യായം 12ാം വാക്യം വായിക്കുമ്പോൾ വചനം ഇപ്രകാരം പറയുന്നു, ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് ഞങ്ങൾക്ക് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്ത് ചെയ്യേണ്ടു എന്ന് ഞങ്ങൾക്കറിയയില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് ഉയർത്തുന്നു. यहाँ पे 2 इतिहास 20 के 12 में ऐसे यहोशापात कहता है कि हमारे परमेश्वर, क्या तू उनका न्याय ना करेगा? ये जो बड़ी भीड़ हम पर चढ़ाई कर रही है उसके सामने हमारा तो बस नहीं चलता, हमें कुछ सूझता नहीं, परंतु हमारी आंखें तेरी ओर लगी रहती हैं। പക്ഷേ ഇന്ന് പകൽക്കാലം നീ പറഞ്ഞു കാണും, ഈ മഹാമാരിയെ തടുക്കുവാൻ എനിക്ക് കഴിയയില്ല, ഈ കൊറോണ വൈറസിനെ എനിക്ക് തടുക്കുവാൻ കഴിയയില്ല, ഇതിന്റെ കൂടാരത്തിന് നേരെ അടുത്തു വരുന്നു, ഇതിന്റെ സമൂഹത്തിന് നേരെ അടുത്തു വരുന്നു, ഇതിന്റെ രാജ്യത്തിൽ കടന്നിരിക്കുന്നു, ഞാൻ താമസിക്കുന്ന എന്റെ റൂമിലേക്ക് അടുത്തു വരുന്നു, എനിക്ക് കഴിയില്ല കർത്താവേ എന്ന് നീ പ്രാർത്ഥിച്ചാൽ, നീ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ, മഹാമാരിയെ തടുക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാനിടയായി തീരും. आप लोग हो सकता है ये सोच रहे हो कि हे प्रभु, ये जो महामारी चारों ओर फैली है इससे मैं लड़ नहीं सकता, मेरे घर के आसपास है, मेरे इस देश में है, इस दुनिया में है, इससे हम लड़ नहीं सकते। अगर आप परमेश्वर के सामने नम्रता से आएंगे और अपने मनों को नम्र करके परमेश्वर से प्रार्थना करेंगे तो जरूर परमेश्वर इस महामारी को आपके घराने के पास आने से रोक सकते हैं। Trust him for a breakthrough. Surely you will see a miracles and wonders. You will see a deliverance in your life. You need to trust in the Lord. आप लोग परमेश्वर के ऊपर अपने छुटकारे के लिए, अपने आश्चर्य कर्म वाले काम के लिए भरोसा करें और जरूर आप उनके काम को देखेंगे। എപ്പോൾ യഹോശാഫാത്ത് തന്നെ താഴ്ത്തി, കർത്താവേ ഞങ്ങൾക്ക് കഴിയില്ല, നിന്റെ ശക്തി ഞങ്ങൾക്ക് ആവശ്യമാണ്, നിന്റെ കരം ഞങ്ങളുടെ മേൽ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അപ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി. हालेलुया। जब यहोशापात ने अपनी कमियों को माना और परमेश्वर के सामने नम्र होकर परमेश्वर को पुकारा है, तब तक परमेश्वर ने अपनी आवाज को, अपने दूतों को भेजकर, अपने चेलों को भेजकर उससे बात की है। हालेलुया। ദൈവം പറയുകയാണ്, ഈ വലിയ സമൂഹത്തെ കണ്ട് നീ हालेलुया ഭയപ്പെടേണ്ട, ഭ്രമിച്ചു പോകേണ്ട, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യുദ്ധം നിന്റേതല്ല,
യുദ്ധം എന്റേതത്രേ. ഹല്ലേലൂയ. आमेन। परमेश्वर वहां पे यहोशापात से कहते हैं कि इस सेना को आसपास देखकर तू मत डर, मैं इस काबिलियत रखता हूँ कि तुझे इस Yes. सेना से भी छुड़ाऊं और इस युद्ध में विजय दिलाऊं। ഹല്ലേലൂയ. എപ്പോൾ യഹോശാഫാത്ത് ഈ വാക്കുകൾ കേട്ടുവോ അപ്പോൾ തന്നെ അവൻ സാഷ്ടാംഗം വീണ് ദൈവത്തെ ആരാധിക്കുകയാണ്, ദൈവത്തെ നമസ്കരിക്കുകയാണ്, ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. और जब जब यहोशापात ने ऐसी आवाज सुनी तब यहोशापात ने दंडवत किया परमेश्वर के सामने, अपने सिर को झुकाकर और परमेश्वर की स्तुति की और धन्यवाद किया। അങ്ങനെയാണെങ്കിൽ മൂന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ബി താങ്ക്ഫുൾ. इसलिए मैं तीसरी बात जो आपसे कह दूं वो ये है कि आप परमेश्वर के आभारी रहें, उसको धन्यवाद दें। ബി കെയർഫുൾ, ബി പ്രേയർഫുൾ, ബി താങ്ക്ഫുൾ. आप सावधान रहें और प्रार्थना पूर्वक रहें और धन्यवाद पूर्वक रहें। ദൂത് കേട്ട മാത്രയിൽ തന്നെ യഹോശാഫാത്ത് അത് ഏറ്റെടുക്കുകയാണ് വിശ്വാസത്തിൽ. जब यहोशापात ने परमेश्वर की ओर से उस भविष्यवाणी को सुनी तब उसने उसे स्वीकार किया है। യഹോശാഫാത്തെ, കാര്യങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല, നിന്റെ കണ്ണാൽ നീ കണ്ടില്ലല്ലോ, അത് നിനക്ക് എങ്ങനെ ഇത് വിശ്വസിക്കുവാൻ കഴിയും, എങ്ങനെ നിനക്ക് ഇത് ഏറ്റെടുക്കുവാൻ കഴിയുമെന്ന് ചോദിച്ചാൽ യഹോശാഫാത്തിന് പറയുവാൻ കഴിയും, ഈ അരുളി ചെയ്തവൻ ഹല്ലേലൂയ നിവർത്തിക്കുക തന്നെ ചെയ്യും. അതിൽ വിശ്വാസത്താൽ യഹോശാഫാത്ത് അത് ഏറ്റെടുക്കുക. अगर आप पूछें कि यहोशापात तुझसे ऐसे कैसे हो सकता है कि जो परमेश्वर ने जो वचन दिया है वो अभी से विश्वास कर ले, अभी तो तूने उसका जो फल है वो देखा भी नहीं है, लेकिन यहोशापात कहेगा कि मैं जानता हूँ कि जिसने ये बोला है वो ये पूरा करने के योग्य है। എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, പ്രിയ ദൈവവൈതലേ, പ്രിയ മാതാവേ, പിതാവേ, സഹോദരങ്ങളെ, ഹല്ലേലൂയ, തിരുവചനത്തിലൂടെ ദൈവം തന്റെ വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ദൈവം നമ്മളോട് ഓൾറെഡി അരുളി ചെയ്തിട്ടുണ്ട്, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയത്രേ. ഇന്ന് പകൽക്കാലം ആ സൗഖ്യത്തെ നീ ഏറ്റെടുക്കുവാൻ തയ്യാറായാൽ നിന്റെ സർവ അസുഖങ്ങൾക്കും പരിഹാരം ഹല്ലേലൂയ കാണുവാനിടയായി തീരും. ഞാൻ നിന്റെ ഹല്ലേലൂയ, ഐ ആം ദ ഗോഡ് ഓഫ് ദ പ്രൊവൈഡർ, ഹല്ലേലൂയ, ഐ ആം ജെഹോവ ജോറേ, ഞാൻ ഹല്ലേലൂയ, ഞാൻ നൽകുന്നവനെന്ന ദൈവം അരുളി ചെയ്തുവെങ്കിൽ അത് നീ വാസ്തവത്തിൽ ഏറ്റെടുത്താൽ നിന്റെ ജീവിതത്തില് അനുഗ്രഹങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാകുകയില്ല. ഐ ആം ദ ഗോഡ് ഓഫ് ദ പ്രൊവൈഡർ, ഐ ആം ദ ഗോഡ് ഓഫ് ദ റാഫ, ഐ ആം ജെഹോവ റാഫ, ഐ ആം ജെഹോവ ഷമ്മ, ഞാൻ സൗഖ്യദായകനാണ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ഞാൻ സമാധാനദായകനാണ്. ഇന്ന് പകൽക്കാലം നീ ഹല്ലേലൂയ രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയാണോ, ഹല്ലേലൂയ ദൈവത്തിലേക്ക് അടുത്ത് വരിക. ഹല്ലേലൂയ, നീ ഒരു പക്ഷേ അസമാധാനത്തിൽ വിഷമിക്കുന്ന വ്യക്തിയാണോ, നീ ദൈവത്തിലേക്ക് അടുത്ത് വരിക. ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വിഷമിക്കുന്ന വ്യക്തിയാണോ, നീ ദൈവത്തിലേക്ക് അടുത്ത് വരിക. ദൈവത്തോട് നിന്റെ ആവശ്യങ്ങൾ അറിയിക്കുക. യെസ്, आज आप जो सुनने वाले प्रियजन हैं, आप लोग ये जान लेके जब आप परमेश्वर के जो प्रतिज्ञाओं को सुनते हैं तो आप उसे स्वीकार करें। परमेश्वर कहते हैं कि मैं यहोवा जायरा हूँ, यानी कि यहोवा यीरे, मतलब कि मैं तुम्हें सारे जो आवश्यकता है उसको पूरा करने के योग्य हूँ। मैं यहोवा राफा हूँ, आपको चंगाई देने वाला परमेश्वर। यहोवा शमा हूँ और यहोवा शालो, मतलब आपको शांति देने वाला परमेश्वर हूँ। इसलिए आप इन सब जो प्रतिज्ञाओं को है परमेश्वर के, उसको आप अपना लें और परमेश्वर के सन्मुख आए और उसे पुकारें। പ്രിയ ദൈവമക്കളെ, ഞാൻ വചനത്തിൽ നിന്ന് പറയട്ടെ, 20-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഹല്ലേലൂയ, ഏത് ശത്രുവാണോ നിന്റെ നന്മയെ അപകരിക്കുമെന്ന് പറഞ്ഞത്, ആ ശത്രുവിന്റെ സകല നന്മകളും ഹല്ലേലൂയ ദൈവം തന്റെ മക്കൾക്ക് നൽകിയ। आप लोग यहाँ पे देखेंगे जो हम अध्याय पढ़ रहे थे 20वां अध्याय, और उसके 25वें वाक्य को अगर आप पढ़ेंगे तो आप देखेंगे कि जो भी शत्रुओं का था, जो भी उनका भाग था, वो वहां से छीन कर यहोवा परमेश्वर जो है अपने लोगों को दे देते हैं। 27-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നു, ദൈവം അവർക്ക് സന്തോഷം നൽകി। और उसके 27वें वाक्य में देखा जाता है कि परमेश्वर ने उनको बहुत आनंद से भरा है। 30-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു, ദൈവം അവർക്ക് സ്വസ്ഥത നൽകി। और यहाँ पे 3रे वाक्य में भी लिखा है कि परमेश्वर ने उनको विश्राम दिया था। ഇന്ന് പകൽക്കാലം നീ സ്വസ്ഥതയില്ലാതെ വിഷമിക്കുന്ന വ്യക്തിയാണോ,
സമാധാനമില്ലാതെ വിഷമിക്കുന്ന വ്യക്തിയാണോ? മറ്റ് ഹല്ലേലൂയ മണ്ഡലങ്ങളിൽ നീ വിഷമിക്കുന്ന വ്യക്തിയാണോ? ഇന്ന് പകൽക്കാലം വചനം പറയുന്നു, നിന്റെ ദുഃഖം സന്തോഷമാക്കി മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നിന്റെ ഭയത്തെ മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. आमेन, हालेलुया। परमेश्वर यहाँ पे कहते हैं कि क्या तू वो व्यक्ति है जो निराशा से भरा है, जिसके पास किसी भी चीज की शांति नहीं है, कोई विश्राम नहीं है, किसी बात की खुशी नहीं है, तो आज अगर आप परमेश्वर के सामने आते हैं, उसे पुकारते हैं, उनके जो प्रतिज्ञा है उनको पकड़ के रखते हैं, तो जरूर परमेश्वर आपके सारे दुखों को खुशियों में बदलने जा रहे हैं। What to do when you don't know what to do? हम उस वक्त क्या करें जब हम ये नहीं जानते कि क्या करना चाहिए। Keep your eyes on Jesus. Hallelujah. हमने अपनी आंखों को यीशु मसीह की ओर लगाना है, Look to him at all time. उन्हीं को हमेशा देखते रहना है। Be prayerful. Hallelujah. Not fearful. आपने प्रार्थना पूर्वक रहना है कि ना कि भय पूर्वक। Focusing on the Lord in the midst of your struggles, in the midst of your fear, you need to focus on God. നിന്റെ ഹല്ലേലൂയ നിരാശയുടെ മധ്യത്തിൽ നീ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിലേക്ക് നോക്കുക. आपने अपने निराशा भरे समयों में परमेश्वर की ओर देखना है और अपने जो आंखों के केंद्र को, अपने ध्यान केंद्र परमेश्वर बनाना है। Exalt God. Every situation you need to exalt God. Hallelujah. Exalt God. Every situation. Yes. आपने हर परिस्थिति में भी परमेश्वर को ऊंचा उठाना है। Yes. Acknowledging your insufficiency and God's supremacy. Hallelujah. आपने अपने कमियों को मानकर परमेश्वर की प्रभुता को मानना है। And receive the strength and help from the Lord. आपने परमेश्वर की ओर से, प्रभु की ओर से बल को पाना है। Yes. Be careful, be prayerful and thankful. Through this word, God may bless all of us. आपने सावधान रहना है, प्रार्थना पूर्वक रहना है और धन्यवाद पूर्वक रहना है। इन्हीं शब्दों से हम अपना वचन समाप्त करेंगे। यीशु मसीह तेरे जैसा है कोई नहीं, तेरे चरणों में झुके आसमान और महिमा गाए ज़मीन। यीशु मसीह तेरे जैसा है कोई नहीं, तेरे चरणों